വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS +2 ഇംഗ്ലീഷിലെ 7ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. പല സമ്മർദ്ദങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോകാറുണ്ട്. വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമുക്കറിയാം, വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കാലഘട്ടങ്ങളിലും ക്ലാസ്സിലുണ്ടാകുന്ന ദുരനുഭവങ്ങളിലുമൊക്കെ ഒരുപാട് മാനസിക പ്രയാസങ്ങളിൽ ഏർപ്പെട്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കുറിച്ച് നമ്മൾ ദിവസേന കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു 7ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മാനുഷിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും മനുഷ്യൻ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ പറ്റിയുമാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് വിദ്യാർത്ഥികളുടെയും ബാക്കിയുള്ള മുതിർന്നവരുടെയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങളെയും സ്ട്രെസ്സുകളെയും കുറിച്ചൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം 7ാമത്തെ അധ്യായം റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ആദ്യം ചർച്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് അടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന നിരന്തരം നിർബന്ധിക്കൽ അത് കാരണമായിട്ടും അതിന് പുറമെ പരീക്ഷയോടുള്ള പേടി കാരണമായിട്ടും വിദ്യാർത്ഥികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു മാനസിക പ്രയാസത്തെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്നും അനുഭവിക്കുന്ന കുത്തുവാക്കുകൾ കൊണ്ടുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങളെയും നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നൊക്കെ ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് പറയാനുണ്ട്. വിദ്യാർത്ഥികളായാലും വലിയ മുതിർന്നവരായാലും ഒരുപാട് ജീവിത പ്രശ്നങ്ങളെ ദിവസേന നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മാനസിക പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിനൊക്കെ പുറമെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠയാണ് ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന മോശം പ്രവൃത്തികളും മറ്റു സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകുന്ന മോശം പ്രവൃത്തികൾ കാരണമായിട്ട് ചില വിദ്യാർത്ഥികൾക്ക് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധി എന്നിവ നല്ല ഭക്ഷണത്തെയും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നല്ല ഭക്ഷണം, പോഷകാഹാരമുള്ള ഭക്ഷണം വിദ്യാർത്ഥികൾക്കുള്ളിൽ എത്തിയാലേ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുകയുള്ളൂ. മാത്രമല്ല, ഉന്മേഷം പകരണമെങ്കിൽ നല്ല ആഹാരം അനിവാര്യമാണ്. അപ്പം ഭക്ഷണശീലമുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും അതിനൊക്കെ പുറമെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന കുത്തുവാക്കുകൾ കാരണമായിട്ടും മനുഷ്യൻ ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, ഒരുപാട് മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ്. ഇതൊക്കെ വിദ്യാർത്ഥികൾക്കുള്ളിലാണെങ്കിൽ മറ്റു ഭാഗത്തെ വലിയ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചും വീണ്ടും ഈ ഒരു ഭാഗത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാനസിക പ്രയാസങ്ങളെ അതിജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മുടെ 7ാമത്തെ അധ്യായമായിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള അധ്യായം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കത്തിന് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് അമിതമായ ആകാംക്ഷയും ഉത്കണ്ഠയുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്കിടയിൽ പരീക്ഷാ സമയത്ത് ഉണ്ടാകുന്ന, പരീക്ഷയെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഉത്കണ്ഠ, പരീക്ഷ എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെ പരീക്ഷ എഴുതണം എന്നൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷനിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസം ഉണ്ടാകും. അതൊരു കാരണമാണ്. അതിന് പുറമെ പരീക്ഷയോടുള്ള സമീപനത്തിലുണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠയും അമിതമായ ആകാംക്ഷയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസന്തുലിതാവസ്ഥയ്ക്ക് പലപ്പോഴും കാരണമാവാറുണ്ട് എന്നത് ഒക്കെ ശരിയാണ്. അതിന് പുറമെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും അമിതമായ ആശങ്കയും ഉത്കണ്ഠയും കുറയ്ക്കുവാനും റിലാക്സിങ് എക്സസൈസ് നടത്തും, അല്ലേ? മോർണിംഗ് വാക്കിങ്, ഈവനിങ് വാക്കിങ്, ഇതൊക്കെ ശീലിക്കുന്നത് മനുഷ്യൻ്റെ മാനസിക പ്രയാസങ്ങളെയും ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളെയും നീക്കം ചെയ്യാൻ കാരണമാവും എന്നൊക്കെ ഈ ഒരു അധ്യായത്തിലൂടെ പറയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 7ാമത്തെ അധ്യായത്തിൽ പറയാനുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെയും അതിൽ വരുന്ന ആൻസറുകളെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ 7ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെയും അതിൻ്റെ ആൻസറുകളെയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡസ് മെന്റൽ ബ്ലോക്ക് ഹാപ്പൻ ഡ്യൂറിങ് ദ എക്സാമിനേഷൻസ്, അല്ലേ? എക്സാം സമയത്തുണ്ടാകുന്ന മെന്റൽ ബ്ലോക്കുകളെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്,
ആൻസിറ്റി ആൻഡ് ഫിയർ കോസ് മെന്റൽ ബ്ലോക്ക് ഡ്യൂറിങ് ദ എക്സാമിനേഷൻ അല്ലെ. ഉത്കണ്ഠയും അതുപോലെ ഉണ്ടാകുന്ന പേടിയുമാണ്, എക്സാമുമായി ബന്ധപ്പെട്ട പേടിയുമാണ് പലപ്പോഴും വിദ്യാർത്ഥികളെ മാനസിക സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ദ റൈറ്റർ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു മാനേജ് ദംസെൽസ് അല്ലെ. വിദ്യാർത്ഥികൾക്ക് സ്വയം അവരെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് എഴുത്തുകാരൻ സഹായിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് റൈറ്റർ ഗീവ്സ് ലോട്ട്സ് ഓഫ് ടിപ്സ് ടു മാനേജ് സ്റ്റുഡൻസ് ടൈം സച്ച് ആസ് നോട്ട് ടു വാച്ച് ടെലിവിഷൻ ഫോർ ലോങ് ടൈം. ഒരുപാട് സമയം ഒരിക്കലും ടെലിവിഷൻ കാണാൻ പാടില്ല. അങ്ങനെ ടെലിവിഷൻ കാണുന്നതിലൂടെ ഒരുപാട് മാനസിക പ്രയാസങ്ങളും ഒരുപാട് ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപാട് സമയമുള്ള ധാരാളം സമയം ടി വിന്റെ മുന്നിൽ ചെലവഴിക്കുന്നത് ഒഴിവാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് എഴുത്തുകാരൻ ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് റിക്വയർഡ് ടു ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ. തലച്ചോറ്, നമ്മുടെ ബുദ്ധി നല്ല രൂപത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 7 to 8, അതായത് നമ്മളുടെ ഉറക്കം 7-8 മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഉറക്കം, സമയത്തിനുള്ള ഉറക്കമൊക്കെ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ളിലെ മാനസിക പ്രയാസങ്ങൾ ഇല്ലാണ്ടാവാനൊക്കെ കാരണമാവുമെന്നാണ് നമ്മളുടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ 7ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ടു ഓൾ.